ഹലോ എന്റെ ഗർജനത്തെ പോലെ ശക്തിയുള്ള എന്റെ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ അറിവിന്റെ സിംഹമായ ഫ്രണ്ട് ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മനോഹരമായ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ അദ്ഭുത കഥയാണ്. കേട്ടുനോക്കൂ. ഒരു ചെറുഗ്രാമത്തിൽ ഒരു സ്നേഹമുള്ള രാമനേട്ടനും കുടുംബവും ജീവിച്ചിരുന്നു. അവരുടെ വീട്ടിൽ സ്നേഹമുള്ള ഒരു ഗൗരി പശുവും കുഞ്ഞുകോഴികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ കുഞ്ഞുകോഴി ഉറക്കം എഴുന്നേറ്റ് നേരെ മുറ്റത്തോട്ടിറങ്ങി. കുഞ്ഞുകോഴി ഗൗരി പശുവിനോട് പറഞ്ഞു, ഗൗരി ചേച്ചി, ഇന്നെനിക്ക് 3 മുട്ട ഉണ്ട്. ഗൗരി സ്നേഹത്തോടെ പറഞ്ഞു, മൂ, നല്ല കാര്യം, നീ വീട്ടിലെ നല്ല ഫുഡ് കഴിക്കുന്നതിനാൽ നീ നല്ല ആരോഗ്യവതിയല്ലേ. ഇതുകേട്ട രാമനേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ. കുഞ്ഞുകോഴി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിങ്ങൾ കഴിക്കുന്നതെല്ലാം ഞങ്ങൾക്കും തരുന്നുണ്ടല്ലോ, അതും നിങ്ങൾ കഴിക്കുന്നത് മുന്നേ. ഗൗരി പശു പറഞ്ഞു, മൂ, എല്ലായ്പ്പോഴും നമ്മൾ അത് ഓർക്കും. നേരം ഇരുട്ടായപ്പോൾ വീടിനടുത്തെ കട്ടിൽ നിന്ന് ഒരു കുറുക്കൻ കുഞ്ഞുകോഴിയെ നോക്കി നിൽക്കുന്നു. കുറുക്കൻ ചതിയോടെ മന്ദശബ്ദത്തിൽ ആലോചിച്ചു, ഈ കോഴിയാണ് ഇന്നത്തെ എന്റെ ഭക്ഷണം. അതിനുള്ള പ്ലാൻ ചെയ്യാം. അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ കുഞ്ഞുകോഴിക്ക് വല്ലാത്ത ദയം തോന്നി. കുഞ്ഞുകോഴി ചെറുഭയത്തോടെ ഗൗരി പശുവിനോട് പറഞ്ഞു, ഗൗരി ചേച്ചി, എനിക്ക് ഭയം തോന്നുന്നു. കാടിനുള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടപോലെ എനിക്ക് തോന്നി. ഗൗരി സാന്ത്വനത്തോടെ പറഞ്ഞു, മൂ, ഭയപ്പെടണ്ട കുഞ്ഞുകോഴി, ഞാനുണ്ട് നിന്റെ കൂടെ. ഇന്ന് നീ ഈ വൈക്കോലിൽ കിടന്ന് ഉറങ്ങിക്കോളൂ. കുഞ്ഞുകോഴി പറഞ്ഞു, നന്ദി ഗൗരി ചേച്ചി. ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയം തോന്നില്ല. കുറുക്കൻ പ്ലാൻ ചെയ്തപോലെ നല്ല രാത്രി ആയപ്പോഴേക്കും കുറുക്കൻ പെട്ടെന്ന് കുഞ്ഞിക്കോഴിയുടെ അടുത്തേക്ക് ചാടി വീണു. ശബ്ദം കേട്ടുണർന്ന കുഞ്ഞിക്കോഴി അലറി വിളിച്ചു, ഗൗരി ചേച്ചി, സഹായിക്കൂ, ഒരു രാക്ഷസ് കുറുക്കൻ വന്നിരിക്കുന്നു. ഗൗരി ഞെട്ടിയെണിറ്റു നേരെ കുറുക്കനോട് ദേഷ്യത്തിൽ പറഞ്ഞു, മൂ, എന്റെ കൂട്ടുകാരിയെ തുടരുത്. എന്റെ ഈ മസിലും കൂർത്ത കൊമ്പും കണ്ടല്ലോ. കുറുക്കൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, പശു അലിയനെ ഞാൻ കണ്ടിരുന്നില്ലല്ലോ, എന്നെ ഇവൻ ഇന്ന് പഞ്ഞിക്കിടും. ഗൗരി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ എവിടെയെങ്കിലും കണ്ടാൽ അന്ന് ഞാൻ നിന്നെ പഞ്ചറക്കും. കുറുക്കൻ ഓടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഇല്ലേ, ഞാൻ ഇനി ഈ ഫാമിലേക്ക് വരില്ലേ. കുഞ്ഞിക്കോഴി നിശ്വാസമെടുത്തു, എന്നിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങ് പേടിച്ചുപോയി. ഗൗരി ചേച്ചി എന്നെ രക്ഷിച്ചു. നന്ദി. ഗൗരി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുറുക്കൻ എന്നെ വകവരുത്തിയേനെ. ഗൗരി പശു സ്നേഹത്തോടെ പറഞ്ഞു, മൂ, കൂട്ടുകാരിയെന്നാൽ അങ്ങനെ തന്നെയല്ലേ കോഴി. നമ്മൾ ഒരുമിച്ചിരിക്കണം എപ്പോഴും. രാമനേട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു, ഗൗരി, നീ വളരെ ധൈര്യശാലിയാണ്. എന്റെ ഫാമിന്റെ അഭിമാനം നീ തന്നെയാണ്. കുഞ്ഞിക്കോഴി ചിരിച്ചു, അതെ രാമനേട്ടാ, നമ്മുടെ ഗൗരി ചേച്ചി സൂപ്പർ ഹീറോയാണ്. ഗൗരി ചേച്ചി, നീ എന്റെ കൂട്ടുകാരി മാത്രമല്ല, എന്റെ കുടുംബമാണ്. ഗൗരി പശു പറഞ്ഞു, മൂ, നീയും എന്റെ ചെറിയ സൂര്യകിരണമാണല്ലോ കോഴി. കുഞ്ഞിക്കോഴി, ഇനി എപ്പോഴും നമ്മൾ ഒരുമിച്ചിരിക്കും. ഗൗരി പശു പറഞ്ഞു, മൂ, അതെ, ഒരുമിച്ചും ധൈര്യത്തോടും കൂടി. കുട്ടികളെ, ഈ ഗൗരി പശുവിന്റെയും കുഞ്ഞിക്കോഴിയുടെയും ധൈര്യകഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്, അറിവിന്റെ സിംഹം.